വടകര കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അറസ്റ്റിലായ ഡിവൈഎഫ്ഐ നേതാവ് ജിതിൻ ഭാസ്കറിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടു അന്വേഷണ സംഘം ഇന്ന് അപേക്ഷ കൊടുക്കും. പ്രതിയുടെ ജാമ്യാപേക്ഷയും ഇന്ന് കോടതിയിൽ സമർപ്പിക്കും. കേസിലെ ആദ്യ അറസ്റ്റാണ് ജിതിൻ ഭാസ്കറിൻ്റേത്. ജിതിൻ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതേസമയം സ്ക്രീൻഷോട്ടിന്റെ ഉറവിടത്തെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് വിവരങ്ങൾ വായിച്ചിരുന്നു. ഗുഡ് മോർണിംഗ് ദീപക്, പറയും. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഏറെ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ടിലെ ആദ്യ അറസ്റ്റാണ് ഇന്നലെ നടന്നത്. ഇതിൽ ഏറ്റവും പ്രധാന ഒരു സർക്കാർ മാറ്റത്തെ തുടർന്ന് ഒരു പുതിയ SIT വരുന്നു. ആ SIT ഒരു ചെറിയൊരു സാങ്കേതിക പ്രശ്നം ദീപക് തർമ്മണത്തിൻ്റെ വാക്കുകളിലുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കോഴിക്കോട് അത്യാവശ്യം നല്ല മഴയും പെയ്യുന്നുണ്ട് ഇപ്പോൾ കേട്ടോ. കോഴിക്കോട് നഗരത്തിൽ തന്നെ അതിശക്തമായി മഴ പെയ്യുന്നു ദീപകിൻ്റെ റിപ്പോർട്ടുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് മഴ വീണ്ടും കോഴിക്കോട്ട് എത്തിയത്. കോഴിക്കോട് നഗരത്തിലൊക്കെ തന്നെ അത്യാവശ്യത്തിൽ കൂടുതൽ മഴ പെയ്യുന്നു. ദീപക് തർമ്മണം വീണ്ടും ചേരുന്നു. ദീപക്, മഴ കൊണ്ടുപോയതായിരിക്കും, കുഴപ്പമില്ല, പറഞ്ഞോളൂ. ഒരു സാങ്കേതിക തകരാറായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ മാറ്റത്തെ തുടർന്ന് പാറക്കൽ അബ്ദുള്ള ആഭ്യന്തരമന്ത്രിക്ക് ഒരു പരാതി നൽകുന്നു. അങ്ങനെ ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് SIT രൂപീകരിക്കുന്നത്. ആ SIT 20 ദിവസത്തിനകം തന്നെ ഈ ഫറാഷ് SPയുടെ നേതൃത്വത്തിലുള്ള SIT ആയിരുന്നു, റൂറൽ SPയുടെ നേതൃത്വത്തിൽ. അവരാണ് ജിതിൻ ഭാസ്കറിനെ അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ പോലീസിന്റെ തീരുമാനം ജിതിൻ ഭാസ്കറിനെ കസ്റ്റഡിയിൽ എടുക്കുക എന്നുള്ളതാണ്. കാരണം ജിതിൻ ഭാസ്കർ ഈ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചതായാണ് പോലീസിന് കണ്ടെത്താനായത്. എന്നാൽ ആരാണ് ഇത് ഉണ്ടാക്കിയത്, ഇതിന്റെ ഉറവിടം ഏതാണ്, അത് കണ്ടെത്തണം. ഇതിന്റെ നിർമ്മാതാവിനെയും ഉറവിടത്തെയും കണ്ടെത്തണം. സ്വാഭാവികമായിട്ടും അതിനുവേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു കാഫിർ സ്ക്രീൻഷോട്ട് ഈ പ്രചരിപ്പിച്ച ആളായ ജിതിനെ ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്തത്. ആ അറസ്റ്റിനെ തുടർന്ന് തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉറവിടത്തിലേക്ക് എത്താൻ പറ്റുമെന്നാണ് പോലീസ് കരുതുന്നത്. ഏതായാലും ഇന്ന് തന്നെ പോലീസ് കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാനാണ് ശ്രമിക്കുക. കാരണം ജാമ്യാപേക്ഷ കൂടി വരുന്നു. CPM ഈ കേസിനെ എങ്ങനെ നേരിടും എന്നുള്ളത് ഇപ്പോഴും ഔദ്യോഗികമായി CPMന്റെ ഭാഗത്തൊരു പ്രതികരണം വന്നിട്ടില്ല. പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ ഈ അറസ്റ്റ് നടക്കുമ്പോൾ CPIM ആണ് പ്രതികൂട്ടിലും പ്രതിരോധത്തിലുമാകുന്നത് എന്നുള്ളതാണ് വസ്തുത. CPIM ജില്ലാ സെക്രട്ടറി M മെഹബൂബിനോട് ഇന്നലെയും നമ്മൾ പ്രതികരണത്തിന് ആരാഞ്ഞപ്പോൾ അദ്ദേഹം പ്രതികരണമില്ലെന്നാണ് അറിയിച്ചത്. ഏതായാലും ഇന്നിപ്പോൾ പോലീസിന്റെ നിലപാട് ഇതിൽ കസ്റ്റഡിയിൽ വാങ്ങിക്കുക എന്നതാണ്. പക്ഷേ മറ്റൊരു കാര്യം SKN, ഈ ആദ്യ അറസ്റ്റ് നടത്തിയ SP ഈ ഫറാഷ് സ്ഥലം മാറിപ്പോവുകയാണ്. അദ്ദേഹത്തെ കോസ്റ്റൽ സെക്യൂരിറ്റി ചുമതലയിലേക്ക് കൊച്ചിയിലേക്ക് മാറ്റിയിരിക്കുന്നു. അദ്ദേഹം സ്ഥലം മാറും. പുതിയ SP മെറിൻ ജോസഫ് ഇന്ന് ചുമതലയേറ്റതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.